ഇനി ഗൃഹസന്ദർശന പരിപാടിക്ക് കർശന മാർഗരേഖയുമായി CPM എത്തുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ നിലപാടടക്കം വിശദീകരിക്കണം. കർശന ജാഗ്രത പുലർത്തിക്കൊണ്ടുള്ള മാർഗരേഖയിൽ A. പത്മകുമാറിനെതിരെ ഉചിതമായ സമയത്ത് നടപടി എന്ന് പറയണം എന്നാണ് വിശദീകരിക്കുന്നത്. മാത്രമല്ല, സന്ദർശന വേളയിൽ ഒരു വിഷയത്തിലും വീട്ടുകാരുമായി തർക്കിക്കരുത്, ഇടയ്ക്ക് കയറി സംസാരിക്കരുത്, ക്ഷമാപൂർവ്വം മറുപടി നൽകണം എന്നതടക്കം കരുതലോടെയുള്ള നിരവധി കാര്യങ്ങൾ അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ആ ചോദ്യം അവശേഷിക്കുന്നുണ്ട്. A. പത്മകുമാറിനെതിരായ പാർട്ടിക്കുള്ളിലെ നടപടി അത് ഏതുചിതമായ സമയത്താണ് സംഭവിക്കുക എന്നുള്ളത്. കണ്ണൂരിലെ ജനങ്ങളോട് ഈ ചോദ്യം P.K. സരീഷ് ചോദിച്ചിട്ടുണ്ട്. സരീഷിലേക്ക് പോകാം. സരീഷ് പറയൂ, എങ്ങനെയാണ്? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആദ്യം മുതൽ ഉയർന്നു കേൾക്കുന്ന പേരാണ് A. പത്മകുമാറിൻ്റേത്. മുൻ MLA കൂടിയായ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കാത്തത് എന്ന ചോദ്യം ആദ്യഘട്ടം മുതൽ ഉയരുന്നു. ഇപ്പോഴും സാധാരണക്കാർ ആ ചോദ്യം ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ചോദിക്കാം ജനങ്ങളോട് തന്നെ. ഈ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. മറ്റു വിവാദമൊക്കെ വരുമ്പം CPM എപ്പോഴും പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്നൊക്കെ പറയും. എന്തുകൊണ്ടായിരിക്കും ഇത്രയും നാളായിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തതെന്ന് തോന്നുന്നത്? കാരണം തെറ്റ് ചെയ്ത പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമല്ലോ, അതല്ലാതെ എൻ്റെ ഒരു ഇത്. അതായത് ഒരു 25-30 വർഷം മുന്നുള്ള പാർട്ടിയല്ല ഇപ്പോഴത്തെ പാർട്ടി. കാരണം അതിൽ അറസ്റ്റ് ചെയ്ത പ്രതികൾ കംപ്ലീറ്റ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. കാരണം അത് ഞാനും മാത്രം പറയുന്നതല്ല, എല്ലാ പേപ്പറിലും കൂടി നമ്മൾ അറിയുന്നില്ലേ, എല്ലാ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ പുറത്താക്കിയപ്പോൾ ആ പാർട്ടിയിൽ ആദ്യം പുറത്താക്കേണ്ട മുഖ്യമന്ത്രി. അത് പാർട്ടി സംരക്ഷിക്കുന്നൊന്നുമില്ലല്ലോ, അത് കോടതി വിധി വരണമല്ലോ. കോടതി വിധിയല്ലേ ലാസ്റ്റ്. അപ്പോൾ അതിന് മുന്നേ ഒന്നും പറയാൻ ജനങ്ങളും പറയുന്ന ന്യൂസുകാരും പറയുന്നതല്ലല്ലോ കറക്റ്റ്. കോടതി ഒരു നിയമം വിധി വരുമല്ലോ, ആ വിധി വരെ കാത്തു വെക്കാം. അവരുണ്ടാവില്ലേ? ചിലപ്പോൾ ഉണ്ടാവും, ഉണ്ടായില്ല, ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒഴിവാക്കും, അങ്ങനെ ആയിരിക്കും അല്ലേ? CPM-ൻ്റെ മുൻ MLA കോന്നി MLA ആയിട്ടുള്ള ഈ പത്മകുമാർ എന്ന വ്യക്തിയെ ഇപ്പോഴും പാർട്ടി സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല എന്ന് നമുക്കൊരു തരത്തിലും പറയാൻ കഴിയില്ല. കാരണം ഇത്രയും ദിവസം ജയിൽക്കുള്ളിലായിട്ടും ഇതുവരെ ഒരു ആക്ഷനോ ഒരു നടപടിയോ അദ്ദേഹത്തിനെതിരെ എടുത്തിട്ടില്ലെങ്കിൽ CPM-നും ഇതിന് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജനങ്ങൾ ഒറ്റ ശ്വാസത്തിൽ പറയുന്നു, പത്മകുമാറിനപ്പുറം പാർട്ടിയുടെ പല നേതാക്കൾക്കും ഇതിൽ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാകാം എന്തിനും ഏതിനും നടപടി വേണം എന്ന് പറയുന്ന CPM ഈ കാര്യത്തിൽ മാത്രം ഒളിച്ചു കളിക്കുന്നു എന്ന്.